ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിസിലൊക്കെയാണ് ഇപ്പോൾ തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത്. പാർട്ട് ടൈം ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് പാർട്ട് ടൈം മെഡിക്കൽ കൺസൾട്ടൻറ്റ് ആയുർവേദയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BMS ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഡിസിൻ ഓർ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻസ് വിത്ത് വാലിഡ് രജിസ്ട്രേഷൻ ID എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് റെമുനറേഷൻ, അതായത് സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെർ അവറിലാണ് സാലറി കിട്ടുന്നത്. പെർ അവർ നിങ്ങൾക്ക് 2500 വെച്ച് പെർ അവർ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. സോ അവർ പറയുന്നുണ്ട് നിങ്ങൾ വൺസ് ഇൻ എ വീക്ക്, അതുപോലെ ഈച്ച് വിസിറ്റ് ഓഫ് 3 hours, അതുപോലെ വിസിറ്റ് ചെയ്യേണ്ടതും ടൈം ഡ്യൂറേഷനും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. രണ്ടാമത് വന്നിരിക്കുന്ന പാർട്ട് ടൈം, അതും പാർട്ട് ടൈം ആണ്. മെഡിക്കൽ കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതിയിലേക്കാണ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BHMS ഡിഗ്രി ആണ് പറയുന്നത്. അത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി, അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോമിയോപ്പതി മെഡിസിൻ ബോർഡിൽ നിന്നായാലും മതി എന്ന് പറയുന്നത്. ഈ മൂന്ന് പറഞ്ഞിരിക്കുന്ന ബോർഡിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ BHMS ഡിഗ്രി ഉള്ളവർക്ക് ഹോമിയോപ്പതിയിലോട്ടുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പെർ അവർ ആണ് സാലറി കിട്ടുന്നത്. 2500 പെർ അവർ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇവിടെയും പറയുന്നത് വൺസ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ ഈച്ച് വിസിറ്റ് ഓഫ് 3 hours എന്ന് പറയുന്നുണ്ട്. സോ ഈ രണ്ട് പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇവർ പറയുന്നുണ്ട് പാർട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിസിലാണ് പറയുന്നുണ്ട്. 6 മാസം വരെ ആണ് നിങ്ങൾക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് 3 വർഷത്തിൽ കൂടത്തില്ലെന്ന് അവർ പറയുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് രണ്ട് രീതി അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് അവരുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് തപാൽ വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന മെയിൽ ID ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ സെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23/6/2025 മുന്നേ ചെല്ലുന്ന രീതി വേണം. നിങ്ങളിത് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നവരാണെങ്കിൽ അങ്ങനെ അയക്കുക. അല്ലാതെ നിങ്ങൾ മെയിൽ ത്രൂ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ മെയിൽ ID നിങ്ങൾക്ക് സിംഗിൾ ഡോക്യുമെൻറ്റ്സും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസിൻ്റെ ഫോട്ടോ കോപ്പി വേണം. അതോടൊപ്പം തന്നെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഇതിലൂടെ വേണം. അവിടെ പറയുന്നുണ്ട് ഇവിടെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണോ ആ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. സോ പറയുന്നത് മെയിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സോ ഇനി നിങ്ങളെ ഇവരെ അറിയിക്കുന്നത് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരുന്നത് നിങ്ങളെ ഇമെയിൽ ത്രൂ നിങ്ങളെ അവരെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളപ്പോൾ ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോയും, അതായത് ഇതിൻ്റെ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം ഇതുകൂടെ അറ്റാച്ച് ചെയ്ത് വേണം നിങ്ങൾ മെയിൽ ത്രൂ ആണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ നോട്ടിഫിക്കേഷൻസ് അറിയാം. താങ്ക് യു.